മജ്ജ്ഹിമനികായ 54 പൊതലീയ സുത്ത്. ഈ സുത്തത്തിൽ ഗൃഹസ്ഥനായിട്ടുള്ള പൊതലീയനും അതേപോലെ തന്നെ ഭഗവാനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. പല ആൾക്കാർക്കും ഇന്നൊരു വിശ്വാസമുണ്ട്, നമ്മൾ ജോലി ഉപേക്ഷിച്ചു, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തെല്ലാം കുട്ടികൾക്ക് എഴുതി കൊടുത്തു, അതിനുശേഷം നമ്മൾ ഒരു സന്യാസിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥ സന്യാസം അതല്ല, യഥാർത്ഥത്തിലുള്ള കർമ്മവിമുക്തി അതല്ല എന്ന് ഭഗവാൻ ഈ സൂത്രത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുന്നു. അതായത് നമ്മൾ ജോലി ഉപേക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രം മാറിയതുകൊണ്ടോ നമ്മൾ ഒരിക്കലും സന്യാസിയാകില്ല എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ അത് വളരെ കഷ്ടം നിറഞ്ഞാണ്, ദുഃഖം തരുന്നതാണ് എന്ന് പല ഉപമകളിലൂടെ ഭഗവാൻ ഈ സൂത്രത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അതിനാൽ ജോലി ഉപേക്ഷിച്ചു, ധനം ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും സന്യാസിയായി എന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ഈ സൂത്രത്തിൽ പറയുന്നു. ആ രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഞാൻ ജോലി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്യാസിയായി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ അംഗുത്തരാപണന്മാരുടെ സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. അംഗുത്തരാപണന്മാർ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൻ്റെ പേര് ആപണ എന്ന നഗരമായിരുന്നു. അതിനടുത്തായിരുന്നു ഭഗവാൻ വിഹരിച്ചിരുന്നത്. ആ സമയത്ത് ഭഗവാൻ രാവിലെ വസ്ത്രമെല്ലാം അണിഞ്ഞ് ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് ഭിക്ഷാടനത്തിനായിട്ട് ആപണ എന്ന നഗരത്തിലേക്ക് പ്രവേശിച്ചു. ആപണ നഗരത്തിൽ ഭിക്ഷാടനം കഴിഞ്ഞു. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, ഭിക്ഷാടനത്തിന് ശേഷം നഗരത്തിന് അടുത്തുള്ള ഒരു വനത്തിലേക്ക് അദ്ദേഹം പകലിലെ ധ്യാനത്തിനായിട്ട് അദ്ദേഹം ആ വനത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പകൽ സമയത്തുള്ള ധ്യാനത്തിനായിട്ട് അദ്ദേഹം ഇരുന്നു. നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം, ഭഗവാൻ ബുദ്ധനായി, അദ്ദേഹം അറിയേണ്ടതെല്ലാം അറിഞ്ഞു, അദ്ദേഹം അർഹന്തനായി, പിന്നെയും എന്തിനാണ് അദ്ദേഹം ധ്യാനിക്കുന്നത് എന്നൊരു സംശയം നമ്മൾക്ക് വരാവുന്നതാണ്. ഭഗവാൻ ധ്യാനം ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വരും തലമുറയ്ക്കുള്ള അനുകമ്പയ്ക്കായിക്കൊണ്ടാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. ഒരു ഗുരു എപ്പോഴും എല്ലാവർക്കും മാതൃകയായിരിക്കണം. ഒരു ഗുരു ധ്യാനിക്കുകയാണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ശിഷ്യന്മാർ ധ്യാനിക്കുകയുള്ളൂ. അതുകൊണ്ട് വരും തലമുറയെ പ്രേരിപ്പിക്കാനും അതേപോലെ തന്നെ ഭിക്ഷുക്കൾക്ക് പ്രേരണ കൊടുക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. ധ്യാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. ധ്യാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല അവസ്ഥകൾ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. മുക്തിയുടെ പരമപ്രധാനമായിട്ടുള്ള അവസ്ഥകൾ, ലോകോത്തരമായിട്ടുള്ള അവസ്ഥകൾ, മനുഷ്യോത്തരമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾക്ക് അങ്ങനെ ലഭിക്കുകയുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിഠധമ്മ സുഖവിഹാരി, അതായത് ആ ധർമ്മത്തിൽ അദ്ദേഹം ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. കാരണം രാവും പകലും ഒരുപാട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും ക്ഷീണം സംഭവിക്കും. അത് ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് കഴിയുന്നതാണ്. ആ സമയത്ത് പോതലീയൻ എന്ന ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹപതി, ആ വ്യക്തിയും നടക്കുന്നതിനായിട്ട് ആ വനത്തിൽ പ്രവേശിച്ചു. വളരെ നല്ല രീതിയിലായിരുന്നു ആ വ്യക്തി വസ്ത്രധാരണം ചെയ്തിരുന്നത്. ചുമലിൽ ഒരു ഉത്തരീയവും ഉണ്ട്. വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു നല്ല കൊടയും ചൂടിയിട്ടുണ്ട്. അതുകൂടാതെ കാലിൽ നല്ല ചെരുപ്പും ഇട്ടിട്ടുണ്ട്. ആ വനത്തിൻ്റെ വളരെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ആ പോതലീയ എന്ന ഗൃഹസ്ഥൻ ഭഗവാന്റെ അടുത്തെത്തി. എന്നിട്ട് ഭഗവാനെ വന്ദിച്ചു. വന്ദനയും കുശലപ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ പോതലീയ ഗൃഹസ്ഥൻ ഒരു ഭാഗത്ത് നിന്നു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഗൃഹപതി, ഇവിടെ ഇരിക്കാൻ ധാരാളം ഇരിപ്പിടങ്ങളുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ ഇരിക്കാം. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോതലീയന് ദേഷ്യം വന്നു. മനസ്സിന് സന്തുലനം നഷ്ടപ്പെട്ടു. ശ്രമണ ഗൗതമൻ എന്നെ ഗൃഹപതി എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ എന്നാണ് വിളിച്ചത്. അതിനാലാണ് പോതലീയന് ദേഷ്യം വന്നത്. അതിനാൽ പോതലീയൻ മൗനമായിട്ട് നിന്നു. 2ാം പ്രാവശ്യവും ഭഗവാൻ അങ്ങനെ തന്നെ പറഞ്ഞു. 3ാം പ്രാവശ്യവും ഭഗവാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഗൃഹപതി, ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്, ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കാം. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോതലീയൻ കുപിതനായി മനോസന്തുലനം നഷ്ടപ്പെട്ടു.
ശ്രമണ ഗൗതമൻ എന്നെ ഗൃഹപതി അല്ലെങ്കിൽ ഗൃഹസ്ഥൻ എന്ന് വിളിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പൊതലീയന് ദേഷ്യം വന്നത്. അപ്പോൾ പൊതലീയൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്താവേ, താങ്കൾ എന്നെ ഗൃഹപതി എന്ന് വിളിച്ചത് ശരിയായിട്ടുള്ള കാര്യമല്ല, യോജിപ്പുള്ള കാര്യമല്ല. അപ്പോൾ ഭഗവാൻ ആ പൊതലീയനോട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹസ്ഥ, നിങ്ങളുടെ രൂപവും ഭാവവും ലക്ഷണവും എല്ലാം തന്നെ ഒരു ഗൃഹസ്ഥൻ്റേതാണ്. പൊതലീയൻ ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്താവേ, ഞാൻ എല്ലാ ജോലികളും വേണ്ട എന്ന് വെച്ചു. എൻ്റെ വ്യവഹാരം എല്ലാം പരിപൂർണമായിട്ടും ഞാൻ നിർത്തി. ഇവിടെ വ്യവഹാരത്തിന് ബിസിനസ് എന്ന പേര് കൊടുക്കാം, കച്ചവടം എന്ന പേര് കൊടുക്കാം, അല്ലെങ്കിൽ ജീവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലി എന്ന പേര് കൊടുക്കാം, അങ്ങനെ പദവി എന്ന പേര് കൊടുക്കാം, അങ്ങനെ പല രീതിയിലും നമ്മൾക്കിതിനെ പേര് കൊടുക്കാം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഗൃഹപതി, എങ്ങനെയാണ് താങ്കൾ കർമ്മങ്ങളെ ത്യജിച്ചത്? വ്യവഹാരങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? ഗൗതമശാസ്താവേ, എനിക്കുള്ള ധനം മുഴുവൻ, ധാന്യം മുഴുവൻ, സ്വർണം മുഴുവൻ, വെള്ളി മുഴുവൻ, അത് മുഴുവൻ അതിൻ്റെ അനന്തരാവകാശികളായിട്ടുള്ള എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു. ഇതിനുവേണ്ടി ഞാൻ അവരോട് ഉപദേശിക്കുകയോ അവരെ ശാസിക്കുകയോ ചെയ്യാറില്ല. ഞാൻ വെറും ഭക്ഷണവും വസ്ത്രവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ജീവിതത്തിനായിട്ട് ഭക്ഷണവും വസ്ത്രവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്രകാരമാണ് ഗൗതമശാസ്താവേ ഞാൻ എല്ലാ ജോലികളെയും വേണ്ട എന്ന് വെച്ചത്, അതുകൂടാതെ വ്യവഹാരങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, വ്യവഹാരങ്ങളെ താങ്കൾ ഇല്ലാതാക്കി എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. എന്നാൽ ആര്യന്മാരുടെ വിനയത്തിൽ വ്യവഹാരങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. അതും ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതലീയൻ ചോദിച്ചു, ബന്ദേ, എപ്രകാരമാണ് ആര്യന്മാരുടെ വിനയത്തിൽ വ്യവഹാരങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നത്? ദയവ് ചെയ്ത് അതെന്നെ പഠിപ്പിച്ചാലും. ഭഗവാൻ പറഞ്ഞു, ശരി ഗൃഹപതി, കേൾക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് പൊതലീയൻ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, ഈ 8 ധർമ്മങ്ങൾ, ഇതാണ് ആര്യന്മാരുടെ വിനയത്തിൽ വ്യവഹാരങ്ങളുടെ മൂലച്ഛേദം വരുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. വ്യവഹാരങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നത് ഈ 8 ധർമ്മങ്ങളാണ്. എന്താണ് ഈ 8? പ്രാണികളെ കൊല്ലുന്നത്, ജീവികളെ കൊല്ലുന്നത് ഒഴിവാക്കണം. ജീവികളെ കൊല്ലാതെ ജീവിക്കുന്നതിൽ ആശ്രയിക്കണം. അതായത് ജീവികളെ കൊല്ലാതെ നമ്മൾ ജീവിക്കണം, ഒരു ജീവികളെയും കൊല്ലരുത്. മോഷണം നമ്മൾ ഉപേക്ഷിക്കണം, ദാനത്തിൽ നമ്മൾ ആശ്രിതരായിരിക്കണം. മോഷണത്തിന് പകരം നമ്മൾ ദാനം ചെയ്യണം. നുണ ഉപേക്ഷിക്കണം, നുണയ്ക്ക് പകരം നമ്മൾ സത്യവചനം മാത്രമേ പറയാവൂ. ഏഷണി നമ്മൾ ഉപേക്ഷിക്കണം, ഏഷണി പറയാതെ നമ്മൾ ജീവിക്കണം. ലോഭവും ആസക്തിയും ഉപേക്ഷിക്കണം, ലോഭവും ആസക്തിയും ഇല്ലാതെ ജീവിക്കണം. നിന്ദയും അപമാനവും ഒഴിവാക്കണം, നിന്ദയും അപമാനവും ഇല്ലാതെ ജീവിക്കണം. ക്രോധവും അസന്തുഷ്ടിയും ഒഴിവാക്കണം, ക്രോധമില്ലാതെ അസന്തുഷ്ടിയില്ലാതെ ജീവിക്കണം. അഭിമാനം ഉപേക്ഷിക്കണം, അഭിമാനമില്ലാതെ നമ്മൾ ജീവിക്കണം. ഈ 8 കാര്യങ്ങൾ ആണ്. ഇതിനെ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. ഈ 8 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആര്യവിനയത്തിൽ വ്യവഹാരം ഇല്ലാതാകുകയുള്ളൂ. അപ്പോൾ പൊതലീയ ഗൃഹസ്ഥൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, അനുകമ്പയാൽ അങ്ങ് ഈ 8 ധർമ്മങ്ങളെ വളരെ വിശദമാക്കി പറഞ്ഞു തന്നു കഴിഞ്ഞാലും. ഭഗവാൻ പറഞ്ഞു, ശരി ഗൃഹപതി, കേൾക്കുക, ഞാൻ പറയാം, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശരി ബന്ദേ എന്ന് പറഞ്ഞ് പൊതലീയൻ ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, പ്രാണികളെ കൊല്ലുന്നത് ഉപേക്ഷിക്കണം, പ്രാണികളെ കൊല്ലാതിരിക്കുന്നതിൽ ആശ്രയിക്കണം. അതായത് നമ്മൾ കൊല്ലാതെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ പ്രാണികളെ കൊല്ലാൻ കാരണമായിട്ടുള്ള സംയോജനങ്ങളെ ഉപേക്ഷിക്കാനാണ് അല്ലെങ്കിൽ നഷ്ടമാക്കാനാണ് ശ്രമിക്കുന്നത്. സംയോജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള ബന്ധനങ്ങൾ. ഞാൻ പ്രാണികളെ കൊന്നാൽ
ഞാൻ തന്നെ എന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ള മറ്റുള്ളവരും ഈ കാര്യം ചിന്തിച്ചതിന് ശേഷം എന്നെ നിന്ദിക്കും. മരണശേഷം എനിക്ക് നരകം അതേപോലെ തന്നെ ദുർഗതി ലഭിക്കും. ഞാൻ അധോഗതിയിൽ പോയിട്ടായിരിക്കും ജനിക്കുക. അതുകൂടാതെ കൊല്ലുന്നത് തന്നെ ഒരു സംയോജനമാണ്, ഒരു നീവരണമാണ്. സംയോജനം എന്ന് പറയുന്ന സമയത്ത് അത് തന്നെ ഒരു ബന്ധനമാണ്, അത് തന്നെ ഒരു നീവരണം അല്ലെങ്കിൽ ആവരണമാണ്. നമ്മൾ സത്യം കാണാൻ സമ്മതിക്കാത്ത നീവരണം. പ്രാണികളെ കൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ വളരെ കഷ്ടം ഉളവാക്കുന്നതാണ്. ഒരു വ്യക്തി കൊല്ലാതിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ അത്തരത്തിലുള്ള ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാൽ കൊല്ലുന്നത് ഉപേക്ഷിച്ച് കൊല്ലാതിരിക്കുന്നതിലാണ് നമ്മൾ ആശ്രയം കാണേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സന്യാസി ആണെങ്കിൽ അല്ലെങ്കിൽ പവിത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അത് ഏത് ധർമ്മത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ശരി, ആ വ്യക്തി കൊല്ലുകയാണെങ്കിൽ ആ വ്യക്തി ശരിയായിട്ടുള്ള വ്യക്തിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഗൃഹപതി, നമ്മൾ മോഷ്ടിക്കരുത്. ദാനം കൊടുക്കുന്നതിൽ ആശ്രയിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ആലോചിക്കുന്നു. ഞാൻ മോഷ്ടിക്കാൻ കാരണമായിട്ടുള്ള ആ സംയോജനങ്ങളെ ഉപേക്ഷിക്കാനാണ്, നഷ്ടമാക്കാനാണ് പ്രയത്നിക്കുന്നത്. ഞാൻ മോഷ്ടിച്ചാൽ ഞാൻ എന്നെ തന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ പരിശോധിച്ച ശേഷം അവർ എന്നെ നിന്ദിക്കും. മരണശേഷം ഞാൻ അധോലോകത്ത് അല്ലെങ്കിൽ നരകലോകത്തിൽ പോയിട്ടായിരിക്കും ഞാൻ ജനിക്കുക. മോഷ്ടിക്കുന്നത് തന്നെ ഒരു നീവരണമാണ്, ഒരു സംയോജനമാണ്. മോഷ്ടിച്ചാൽ ഉണ്ടാകുന്ന ആസവങ്ങൾ വളരെ കഷ്ടം ഉളവാക്കുന്നവ ആണ്. എന്നാൽ മോഷ്ടിക്കാതിരുന്നാൽ അത്തരം ആസവങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നില്ല. അതിനാൽ മോഷണം ഉപേക്ഷിച്ച് ദാനത്തെ നമ്മൾ ആശ്രയിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറയാനുള്ള കാരണം. നുണ പറയാൻ പാടില്ല, അതിനു പകരം സത്യമാണ് പറയേണ്ടത്. സത്യത്തെ ആശ്രയിക്കണം, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കണം: ഞാൻ നുണ പറയാൻ കാരണമായിട്ടുള്ള സംയോജനങ്ങളെ അല്ലെങ്കിൽ ബന്ധനങ്ങളെ ഉപേക്ഷിക്കാനും നഷ്ടമാക്കാനും ആണ് പരിശ്രമിക്കുന്നത്. ഞാൻ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ പരിശോധന ശേഷം അവർ എന്നെയും നിന്ദിക്കും. മരണശേഷം ഞാൻ നരകത്തിൽ പോയിട്ട് ജനിക്കും, അല്ലെങ്കിൽ അധോലോകത്ത് പോയിട്ട് ഞാൻ ജനിക്കും. അതുകൂടാതെ നുണ പറയുന്നത് തന്നെ ഒരു സംയോജനമാണ്, അത് തന്നെ ഒരു നീവരണമാണ്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആസവങ്ങൾ വളരെ കഷ്ടപ്പാട് ഉളവാക്കുന്നതാണ്. നുണ പറയാതിരിക്കുന്ന വ്യക്തികളിൽ അത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാലാണ് നുണ പറയുന്നത് ഒഴിവാക്കി സത്യം മാത്രം പറയണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം ഇതാണ്. അതായത് വേഷം മാറിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തി സന്യാസിയാവുകയില്ല. ആ വ്യക്തി കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ നുണ പറയുകയാണെങ്കിലോ അതേപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ആ വ്യക്തി ഒരു കാരണവശാലും സന്യാസിയല്ല എന്നാണ് പറയുന്നത്. വ്യവഹാരങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഗൃഹപതി, നമ്മൾ ഏഷണി പറയരുത്. ഏഷണി പറയാത്ത കാര്യത്തിൽ നമ്മൾ ആശ്രയിച്ചിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ ഏഷണി പറയാൻ കാരണമായിട്ടുള്ള ആ സംയോജനങ്ങളെ ഉപേക്ഷിക്കാനും ഇല്ലാതാക്കാനുമാണ് പരിശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ കളങ്കമുണ്ടെങ്കിൽ, ദോഷമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ ഏഷണി പറയൂ. അതുകൊണ്ട് ആ കളങ്കത്തെ അല്ലെങ്കിൽ ആ സംയോജനത്തെ ഉപേക്ഷിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഞാൻ ഏഷണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ പരിശോധന ശേഷം അവരും എന്നെ നിന്ദിക്കും. മരണശേഷം ഞാൻ നരകത്തിലോ അധോലോകത്തിലോ ആയിരിക്കും ജനിക്കുക. ഏഷണി പറയുന്നത് തന്നെ ഒരു സംയോജനമാണ്, ഒരു നീവരണമാണ്. സംയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ബന്ധമാണ്. അതേപോലെ തന്നെ നീവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ആവരണമാണ്. സത്യത്തെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഏഷണി പറഞ്ഞാൽ ഉണ്ടാകുന്ന ആസവങ്ങൾ വളരെ കഷ്ടപ്പാട് ഉണ്ടാക്കുന്നതാണ്. ഏഷണി പറയാത്ത ഒരു വ്യക്തിയിൽ അത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാൽ ഏഷണി ഉപേക്ഷിച്ച് ഏഷണി പറയാതെ നമ്മൾ ജീവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കാരണവും ഇതാണ്: ലോഭവും ആസക്തിയും. പലർക്കും പല കാര്യത്തിൽ അധികം ലോഭവും ആസക്തിയും ഉണ്ടാകും. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്ന് പറയുന്ന ആ ഒരു ലോഭം, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം, ഈ കാര്യങ്ങൾ എനിക്ക് വേണം എന്ന് പറയുന്നുള്ള ലോഭം, അതേപോലെ തന്നെ ആസക്തി, ഇതെല്ലാം മിക്ക ആൾക്കാരിലും ഉള്ളതാണ്. പക്ഷേ ഈ ലോഭവും ആസക്തിയും അത്ര നല്ല കാര്യമല്ല.
ലോഭവും ആസക്തിയും നമ്മൾ ഉപേക്ഷിക്കണം. ലോഭമില്ലാതെ ആസക്തിയില്ലാതെ നമ്മൾ ജീവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു: ലോഭത്തിനും ആസക്തിക്കും കാരണമായിട്ടുള്ള സംയോജനങ്ങളെ ഇല്ലാതാക്കാനും നഷ്ടമാക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ലോഭവും ആസക്തിയും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നെ നിന്ദിക്കും. അതുകൂടാതെ വിവരമുള്ള മറ്റുള്ളവരും എന്നെ നിന്ദിക്കും. മരണശേഷം ഞാൻ നരകത്തിൽ പോയി പതിക്കും, അല്ലെങ്കിൽ എനിക്ക് ദുർഗതി ലഭിക്കും. അതുകൂടാതെ ലോഭവും ആസക്തിയും തന്നെയാണ് സംയോജനം, അത് തന്നെയാണ് നീവരണം. അതായത് ഇത് തന്നെയാണ് നമ്മുടെ മുക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ലോഭവും ആസക്തിയും ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആസവങ്ങൾ വളരെ കഷ്ടം ഉളവാക്കുന്നതാണ്. എന്നാൽ ലോഭവും ആസക്തിയും ഇല്ലാത്ത ഒരു വ്യക്തിയിൽ ഈ ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാലാണ് ലോഭത്തെയും ആസക്തിയും ഉപേക്ഷിച്ച് ജീവിക്കാൻ ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: ഗൃഹപതി നിന്ദയും അപമാനവും വിട്ട് നിന്ദയും അപമാനവും ചെയ്യാതെ ജീവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു: നിന്ദയ്ക്കും അതേപോലെ തന്നെ അപമാനത്തിനും കാരണമായിട്ടുള്ള സംയോജനങ്ങളെ നഷ്ടപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ നിന്ദയും അപമാനം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ പരിശോധിച്ച ശേഷം അവർ എന്നെ നിന്ദിക്കും. മരണശേഷം നമ്മൾക്ക് നരകം അതേപോലെ തന്നെ അധോലോകത്തെ ജന്മമായിരിക്കും ലഭിക്കുക. അതുകൂടാതെ നിന്ദയും അപമാനവും തന്നെ ഒരു സംയോജനമാണ്, നീവരണമാണ്. നിന്ദയും അപമാനവും ചെയ്യുന്ന സമയത്ത് നിന്ദയും അപമാനവും ചെയ്യുന്ന ഒരു വ്യക്തിയിലുണ്ടാകുന്ന ആസവങ്ങൾ വളരെ കഷ്ടം ഉളവാക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തികളിൽ അത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാൽ നിന്ദയും അതേപോലെ തന്നെ അപമാനവും ഉപേക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ള കാരണം ഇതാണ്: ക്രോധവും അസന്തുഷ്ടിയും ഉപേക്ഷിക്കണം. ക്രോധം ഇല്ലായ്മ, അസന്തുഷ്ടിയില്ലായ്മ, ഇവയെ ആശ്രയിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു: ഞാൻ ക്രോധത്തിനും അസന്തുഷ്ടിക്കും കാരണമായിട്ടുള്ള സംയോജനങ്ങളെ നഷ്ടമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിൽ ക്രോധവും അസന്തുഷ്ടിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ എന്നെ പരിശോധിച്ച ശേഷം അവരും എന്നെ നിന്ദിക്കും. അതുകൂടാതെ മരണശേഷം എനിക്ക് നരകത്തിൽ അധോലോകത്തിലായിരിക്കും എനിക്ക് ജന്മം ലഭിക്കുക. ക്രോധവും അസന്തുഷ്ടിയും തന്നെ ഒരു സംയോജനമാണ്, നീവരണമാണ്, ബന്ധനമാണ്. ക്രോധവും അസന്തുഷ്ടിയും ഉണ്ടാകുന്ന സമയത്തുള്ള ആസവങ്ങൾ ഭയങ്കര കഷ്ടം ഉളവാക്കുന്നതാണ്. എന്നാൽ ക്രോധവും അസന്തുഷ്ടിയും ഇല്ലാത്ത ആൾക്കാരിൽ ഇത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാൽ ക്രോധവും അസന്തുഷ്ടിയും ഉപേക്ഷിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം ഇതാണ്. ഇന്ന് മിക്ക ആൾക്കാരിലും ഉള്ളൊരു പ്രശ്നമാണ് ഈ ക്രോധം അല്ലെങ്കിൽ ദേഷ്യം, അതേപോലെ തന്നെ അസന്തുഷ്ടി. അതായത് ജീവിതത്തിൽ എന്തെല്ലാം ലഭിച്ചു കഴിഞ്ഞാലും ഒരു സന്തുഷ്ടി ഉണ്ടാകുന്നില്ല. എപ്പോഴും ഇനിയും വേണം എന്നുള്ളൊരാഗ്രഹം. ഇതാണ് ഇന്നത്തെ ജനതൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അവർക്ക് ഒട്ടും തന്നെ പ്രസന്നതയില്ല. എല്ലാ സമയത്തും അസന്തുഷ്ടരാണ്. കാരണം എന്താണ്? അവർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കിനിയും വേണം, ഇനിയും വേണം എന്ന് അവർ കരുതുന്നു. ഭഗവാൻ ഒരു സൂത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതുക. ആ വ്യക്തിയുടെ മനസ്സിൽ ആ സമയത്ത് ദ്വേഷമുണ്ട്. ആ വ്യക്തി ആ സമയത്ത് മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നരകത്തിൽ തന്നെയായിരിക്കും ജനിക്കുക. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ മറ്റൊരു വ്യക്തി പ്രസന്നനാണ്. ആ സമയത്ത് ആ വ്യക്തി മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി സ്വർഗത്തിലായിരിക്കും ജനിക്കുക. ഇതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഭഗവാൻ ഒരു സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണസമയത്ത് നമ്മൾ എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചോദ്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണോ, സംവേദനയെ ശ്രദ്ധിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തോന്നിയതാണ്. പക്ഷേ ഭഗവാന്റെ ഈ വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി: പ്രസന്നരായിട്ട് നമ്മൾ ഇരിക്കണം. മരണസമയത്ത് നമ്മുടെ മനസ്സിന് പ്രസന്നത വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു കാരണവശാലും നമ്മൾ അധോഗതിയിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ടാണ് പല നാടുകളിലും മരിക്കാൻ കിടക്കുന്ന വ്യക്തികളുടെ അടുത്ത് അവർ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ അവരുടെ ബന്ധുക്കൾ അവരെ ഓർമ്മിപ്പിക്കും ലാസ്റ്റ് സമയത്ത്. അപ്പോൾ അവരുടെ മനസ്സിന് പ്രസന്നത ഉണ്ടാകും. അതുകൂടാതെ ബന്ദേ വിമലാരംസി പറയുന്ന ധ്യാനം,
മൈത്രി ധ്യാനം അത് ഒരു വ്യക്തിയെ എല്ലാ സമയത്തും പ്രസന്നനായിട്ട് നിർത്താൻ സഹായിക്കും. കാരണം സ്മൈലിംഗ് മെഡിറ്റേഷനാണ്, അതായത് പുഞ്ചിരിക്കുന്ന ഒരു ധ്യാനമാണ്. എല്ലാ സമയത്തും ഒരു വ്യക്തി പ്രസന്നനാണ്. ഇത് വളരെ നല്ല ഒരു ഗുണമാണ്. കാരണം ഇന്ന് ധ്യാനിക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കാണാൻ സാധിക്കും. അവർ മഹാക്രോധമുള്ളവരാണ്. അതുകൂടാതെ അവരുടെ മനസ്സിൽ അല്പം പോലും പ്രസന്നതയില്ല. ഇത് ഒരു പാപധർമ്മമാണ് എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നില്ല. അഭിമാനം നമ്മൾ ഉപേക്ഷിക്കണം. അഭിമാനം ഇല്ലാതെ നമ്മൾ ജീവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്? ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു: അഭിമാനം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സംയോജനങ്ങളെ ഇല്ലാതാക്കാൻ, നഷ്ടമാക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അഭിമാനം എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ നിന്ദിക്കും. അതുകൂടാതെ അറിവുള്ളവർ എന്നെ നിന്ദിക്കും. അതുകൂടാതെ മരണശേഷം എനിക്ക് നരകത്തിൽ, അതേപോലെ തന്നെ അധോലോകത്തിലായിരിക്കും എനിക്ക് ജന്മം ലഭിക്കുക. അഭിമാനം തന്നെ ഒരു സംയോജനമാണ്. അതുതന്നെ ഒരു നീവരണമാണ്. അഭിമാനം ഉണ്ടാകുന്ന സമയത്തുള്ള ആസവങ്ങൾ വളരെ കഷ്ടം തരുന്നതാണ്. അഭിമാനം ഇല്ലാത്തവരിൽ അത്തരം ആസവങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനാൽ അഭിമാനം ഉണ്ടാകരുത്, അഭിമാനം ഇല്ലാതെ ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പറയാനുള്ള കാരണവും ഇതാണ്. ഇന്ന് പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അഭിമാനം. അതായത് ഒന്നില്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ഉപലബ്ധികൾ കൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള പദവികൾ കൊണ്ട് അവർ വളരെയധികം അഭിമാനമുള്ളവരാണ്. ഞാൻ വളരെ ധനികനാണ്, ഞാൻ വളരെ പ്രശസ്തനാണ്, ഞാൻ നല്ല രീതിയിൽ ധർമ്മത്തെ അറിയുന്ന വ്യക്തിയാണ്, ധർമ്മത്തെ നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ വളരെ കഴിവുള്ള ഒരു ധർമാധ്യാപകനാണ്. ഇത്തരത്തിലുള്ള അഭിമാനം ഏതൊരു വ്യക്തിയിൽ ഉണ്ടാകുന്നുവോ ആ വ്യക്തി അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ അഭിമാനത്തെ നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ വിവരിക്കുന്ന ധർമ്മം ഭഗവാന്റെ ധർമ്മം മാത്രമേ ഉള്ളൂ. മറ്റൊരു ധർമ്മത്തിലും ഇത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ വിവരിക്കുന്നില്ല. ഗ്രഹപതി, ഈ 8 ധർമ്മങ്ങളെയാണ് ഞാൻ വളരെ വിശദമാക്കാതെ ചുരുക്കി പറഞ്ഞത്. ആര്യന്മാരുടെ വിനയത്തിൽ അല്ലെങ്കിൽ അഭ്യാസത്തിൽ വ്യവഹാരങ്ങളെ ഇല്ലാതാക്കാനുള്ള 8 ധർമ്മങ്ങളാണ് ഇത്. ഇതിനെ വളരെ ഞാൻ ചുരുക്കി പറഞ്ഞു, അതിനുശേഷം വളരെ വിസ്താരപൂർവ്വം ഇതിനെ ഞാൻ പറഞ്ഞു. എന്നാൽ ആര്യവിനയത്തിൽ ഇതുകൊണ്ട് മാത്രം എല്ലാ തരത്തിലും എല്ലാ രീതിയിലും വ്യവഹാരങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ പൊതലീൻ ചോദിച്ചു, ഭഗവാനെ, ഏത് രീതിയിലാണ് ആര്യന്മാരുടെ വിനയത്തിൽ ഈ വ്യവഹാരങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നത്, എല്ലാ രീതിയിലും എല്ലാ തരത്തിലും ഇല്ലാതാക്കുന്നത്? ദയവ് ചെയ്ത് അത് എന്നെ പഠിപ്പിച്ചാലും. ശരി ഗൃഹപതി, എന്നാൽ കേൾക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് പൊതലിയൻ ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയത്തെപ്പറ്റിയാണ്. ഈ ലോകത്തിലെ സർവ്വജനതയും ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തരാണ്. അതായത് നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാവ്, ചെവി, അതേപോലെ തന്നെ ശരീരം, തൊലി. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സുഖമുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സുന്ദരമായിട്ടുള്ള രൂപം, നല്ല മണം, നല്ല രുചി, നല്ല ശബ്ദം, നല്ല സ്പർശം, ഇതെല്ലാം ആസ്വദിക്കാനും ഇതിൽ മുഴുകാനുമാണ് ഓരോ വ്യക്തിയും ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരാൻ ആരും തന്നെ പറയുന്നില്ല. ആർക്കും ഈ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ അത് വളരെയധികം ആപത്ത് നിറഞ്ഞതാണ്, ഭയം നിറഞ്ഞതാണ്. പല ഉദാഹരണത്തിലൂടെ ഇന്ദ്രിയ സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചിട്ട് ഭഗവാൻ പല ഉപമകളിലൂടെ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. കാമാദിനവ കഥ. കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളുടെ ആദിനവം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ ആപത്ത്, അതെല്ലാം അർത്ഥം. ഗൃഹപതി, ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു നായ ഉണ്ട്, അത് വളരെ ദുർബലമാണ്, അതിന് ഒരുപാട് വിശപ്പുണ്ട്. അത് പശുക്കളെ കൊല്ലുന്ന ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പശുക്കളെ കൊല്ലുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സഹായി ഒട്ടും തന്നെ മാംസമില്ലാത്ത രക്തം പുരണ്ട ഒരു അസ്ഥി കഷ്ണം ആ നായ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഗൃഹപതി, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ആ മാംസമില്ലാത്ത അസ്ഥി കഷ്ണം ചവച്ചുകൊണ്ട് ആ നായ്ക്ക് അതിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ എല്ലിൻ കഷ്ണത്തിൽ ഒട്ടും തന്നെ മാംസമില്ല,
അത് രക്തം പുരണ്ടതാണ്. ആത്യന്തികമായിട്ട് ആ നായ ക്ഷീണിക്കും, തൃപ്തി ഉണ്ടാകുകയില്ല. അപ്പോൾ ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കും. അസ്ഥികഷ്ണത്തിൻ്റെ ഉപമറിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രിയ സുഖങ്ങൾ നമ്മൾക്ക് ഒട്ടും തന്നെ തൃപ്തി തരില്ല. ഒരുപാട് ദുഃഖമാണ്, കഷ്ടമാണ്, പ്രയാസമാണ് അത് തരുന്നത്. അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, ഭയമുണ്ട്. അവർ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇതിനെ ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങൾ പരിപൂർണമായിട്ട് നഷ്ടമാകുന്നു. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വിധത്തിലുള്ള നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഏകമായിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതെന്താണ്? ഉപാദാനം, തൃഷ്ണ ഇല്ലാതാക്കിക്കൊണ്ട് ഉപാദാനം. അതായത് ഒന്നും തന്നെ നമ്മുടേതാണ് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നില്ല, അതിനെ നമ്മൾ പിടിക്കുന്നില്ല. കാണുന്ന കാഴ്ചയെ നമ്മൾ എൻ്റേത് എന്ന് നമ്മൾ കരുതുന്നില്ല. അങ്ങനെ ഒരു സുഖങ്ങളെയും നമ്മൾ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഉപാദാനങ്ങൾ പരിപൂർണമായിട്ട് അവിടെ ഇല്ലാതാകുന്നു. അതിനുശേഷം പിന്നെ നമ്മൾക്ക് നിർവ്വാണം ലഭിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രഹപതി, ഒരു കഴുകനുണ്ട്, ഒരു കാക്കയുണ്ട്, ഒരു പരുന്തുണ്ട്. അതിന് ഒരു മാംസകഷ്ണം കിട്ടി, അതും കൊണ്ട് അത് പറക്കുകയാണ് നമ്മൾ കരുതുക. അപ്പോൾ മറ്റുള്ള പരുന്തുകളും കാക്കകളും അതേപോലെ തന്നെ കഴുകന്മാരും അതിനെ പിന്തുടരും, അതിനെ കൊത്താൻ തുടങ്ങും, അതിനെ കാലുകൾ കൊണ്ട് മാന്താൻ തുടങ്ങും. ഗ്രഹപതി, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ കഴുകൻ, ആ കാക്ക അല്ലെങ്കിൽ ആ പരുന്ത് വേഗത്തിൽ തന്നെ ആ മാംസകഷ്ണത്തെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അതുമൂലം അതിന് മരണം അല്ലെങ്കിൽ മരണാനന്തരമായിട്ടുള്ള പീഡ, വേദന ഉണ്ടാകില്ലേ? അതേ ബന്ധേ, അതേപോലെ തന്നെ ഒരു ആര്യശ്രാവകന് ഇങ്ങനെ സങ്കല്പം ഉണ്ടാകണം. ഭഗവാൻ ഇന്ദ്രിയ സുഖങ്ങളെ മാംസകഷ്ണത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് ഒരുപാട് ദുഃഖവും കഷ്ടവും അതൃപ്തിയും നമ്മൾക്ക് തരുന്നതാണ്. അത് ഒരുപാട് അപകടം നിറഞ്ഞതാണ്. അങ്ങനെ അവർ അതിന് ശരിയായ പ്രജ്ഞയോടുകൂടി അതിന് ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ ആശ്രിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനത്തെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നു. ഗ്രഹപതി, ഇങ്ങനെ കരുതുക, ഒരു വ്യക്തി പുല്ലിൻ്റെ പന്തവുമായിട്ട് കാറ്റിന് വിപരീത ദിശയിലേക്ക് നടക്കുകയാണ്. അതായത് പുല്ലിൽ തീ കൊളുത്തിക്കൊണ്ട് കാറ്റിന് വിപരീതമായിട്ടുള്ള ദിശയിൽ നടക്കുകയാണ്. ഗ്രഹപതി, നിങ്ങൾ എന്ത് കരുതുന്നു? ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ആ പുല്ലുകൊണ്ടുള്ള പന്തത്തെ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ആ പന്തം അവൻ്റെ കയ്യിന് അതേപോലെ തന്നെ കാലിന് പൊള്ളലുണ്ടാക്കും. അതുമൂലം ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാവില്ലേ? അതേ ബന്ധേ. അതിനാൽ ഗ്രഹപതി, ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കണം. പുല്ലിൻ്റെ ഉപമ കൊണ്ട് ഭഗവാൻ നമ്മളെ ഇന്ദ്രിയ സുഖങ്ങളുടെ ഭയത്തെപ്പറ്റി, അതിൻ്റെ ദുഃഖത്തെപ്പറ്റി, അതുണ്ടാക്കുന്ന കഷ്ടപ്പാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ശരിയായ പ്രജ്ഞയോടുകൂടി ഇതിനെ ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ ആശ്രിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നു. ഗ്രഹപതി, ഒരു ഉദാഹരണം പറയാം. ഒരാൾ താഴ്ചയുള്ള കുഴിയിൽ നിറയെ കൽക്കരി കത്തിച്ചിരിക്കുകയാണ്. അത് പുകയുന്നില്ല, അതിലെ അഗ്നി അണഞ്ഞിട്ടില്ല, നല്ല പോലെ പഴുത്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഒരു വ്യക്തി വന്നു. ആ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രണ്ട് ബലവാന്മാരായിട്ടുള്ള വ്യക്തികൾ വന്ന് ആ വ്യക്തിയുടെ കൈകൾ പിടിച്ച് ആ കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. ഗ്രഹപതി, താങ്കൾ എന്ത് കരുതുന്നു? ആ വ്യക്തി വേദന കൊണ്ട് പിടിയില്ലേ? മുന്നോട്ടും പിന്നോട്ടും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കില്ലേ? അതേ ബന്ധേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വ്യക്തിക്ക് അറിയാം, ഞാൻ ഈ തീൻകുട്ടത്തിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം എനിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. ഗ്രഹപതി, അതുപോലെ തന്നെ ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു.
ഭഗവാൻ ഇന്ദ്രിയ സുഖങ്ങളെ തീക്കനലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് ഒരുപാട് ദുഃഖം തരുന്നതാണ്, ഒരുപാട് കഷ്ടം തരുന്നതാണ്, അപകടം നിറഞ്ഞതാണ്, ഭയം നിറഞ്ഞതാണ്. അവർ അതിനെ ശരിയായ പ്രജ്ഞയോടുകൂടി ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങൾ പരിപൂർണമായിട്ട് അവിടെ ഇല്ലാതാവുന്നു. ഗൃഹപതി ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി സ്വപ്നത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള ഉദ്യാനം കണ്ടു, വനം കണ്ടു, ഭൂപ്രദേശം കണ്ടു, താമരക്കുളം കണ്ടു. എന്നാൽ അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഗൃഹപതി ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ സങ്കല്പം ചെയ്യുന്നു. ഭഗവാൻ കാമത്തെ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളെ സ്വപ്നത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് വളരെ ദുഃഖത്തിനും കഷ്ടത്തിനും ഭയത്തിനും കാരണമാണ്, വളരെ അപകടങ്ങൾ നിറഞ്ഞതാണ്. അവർ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇതിന് ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ ആശ്രിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നു. ഗൃഹപതി ഇങ്ങനെ ചിന്തിക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് നല്ല കുറേ വസ്തുക്കളെ യാചിച്ച് സ്വീകരിച്ചു. ഒരു നല്ല വണ്ടി, അതേപോലെ തന്നെ രത്നങ്ങൾ നിറഞ്ഞ ഒരു കമ്മൽ. അതെല്ലാം അണിഞ്ഞുകൊണ്ട് അതിനെല്ലാം എടുത്തുകൊണ്ട് ആ വ്യക്തി ഒരു മാർക്കറ്റിൻ്റെ ഇടയിലൂടെ പോവുകയാണ്. അപ്പോൾ ആൾക്കാർ ആ വ്യക്തി കാണും, എന്നിട്ട് പറയും, ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു ധനികനായിട്ടുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെയാണ് ധനികന്മാർ തൻ്റെ ധനത്തെ ആസ്വദിക്കുന്നത്. എന്നാൽ ആ സാധനങ്ങളുടെ ശരിയായിട്ടുള്ള ഉടമ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ഉടൻ തന്നെ ആ സാധനങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും. ഗൃഹപതി, താങ്കൾ എന്ത് കരുതുന്നു? ഇതുമൂലം തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസമാധാനം നഷ്ടപ്പെടില്ലേ? അതേ ബന്ധേ, അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ വസ്തുക്കളുടെ ഉടമ അത് തിരിച്ചെടുത്തു. ഗൃഹപതി, ഇതുപോലെ തന്നെ ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു. കാമസുഖങ്ങളെ ഭഗവാൻ യാചനയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് വളരെ ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമാണ്. അതിൽ ഒരുപാട് അപകടങ്ങൾ, ഭയങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അവർ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇതിനെ ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നു. ഗൃഹപതി ഇങ്ങനെ ചിന്തിക്കുക. ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ നഗരത്തിൽ നിന്നോ അധികം ദൂരെയല്ലാതെ ഒരു മഹാവനമുണ്ട്. ആ മഹാവനത്തിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ ഫലമുണ്ട്. പക്ഷേ ആ ഫലങ്ങളൊന്നും തന്നെ താഴെ വീണിട്ടില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ ഫലങ്ങളുടെ ആവശ്യമുണ്ട്. അതിന് തേടി ആ വ്യക്തി അവിടെ വന്നു. ആ വ്യക്തി ആ ഫലങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി കാട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ആ മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. പഴങ്ങൾ നിറഞ്ഞ ആ വലിയ മരത്തെ ആ വ്യക്തി കാണുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കും, ഈ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്, പക്ഷേ ആ പഴങ്ങളൊന്നും താഴെ വീണിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് ഒരു മരത്തിൽ കയറേണ്ടത് എന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് ഞാൻ ഈ മരത്തിൽ കയറിക്കൂടാ? എന്നിട്ട് എനിക്കിഷ്ടമുള്ളത്ര പഴങ്ങൾ കഴിക്കാം. അതിനുശേഷം ബാക്കിയുള്ളവ ഞാൻ ഒരു സഞ്ചിയിലാക്കാം. അപ്പോൾ ആ വ്യക്തി അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് ഒരു രണ്ടാമത്തെ വ്യക്തിയും ആ വഴിക്ക് വന്നു. ആ വ്യക്തിക്കും പഴങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തിയും പഴങ്ങളെ തേടി കയ്യിൽ ഒരു കോടാലിയുമായിട്ടാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തിയും വനത്തിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഈ പഴങ്ങൾ നിറഞ്ഞ ഈ മരത്തെ കണ്ടു. ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കും, ഈ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്, പക്ഷേ ഈ പഴങ്ങളൊന്നും താഴെ വീണിട്ടില്ല. എങ്ങനെ മരം കയറണമെന്ന് എനിക്ക് അറിയുകയുമില്ല. ഈ മരത്തെ വേരിനോട് ചേർത്ത് ഇതിനെ വെട്ടി ഇതിനെ വീഴ്ത്താം. വീണതിന് ശേഷം ഇഷ്ടമുള്ളത്ര കഴിക്കാം, ബാക്കി ഒരു സഞ്ചിയിലാക്കാം. അപ്പോൾ ആ വ്യക്തി മരത്തിൻ്റെ താഴെ നിന്ന് അതിനെ മുറിക്കാൻ തുടങ്ങും. ഗൃഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? ആദ്യത്തെ വ്യക്തി, ആ വ്യക്തി മരത്തിൻ്റെ മുകളിലാണ്. മരം വീഴുന്നതിന് മുമ്പ് ഉടൻ തന്നെ ആ വ്യക്തി മരത്തിൽ നിന്ന് ഇറങ്ങിയില്ല എങ്കിൽ ആ വ്യക്തിയുടെ കൈയൊടിയും കാലൊടിയും, ചിലപ്പോൾ മരിക്കും, അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള വേദന ആ വ്യക്തിക്ക് ഉണ്ടാകില്ലേ? അതേ ബന്ധേ, ഇപ്രകാരം തന്നെയാണ് ഒരു ആര്യശ്രാവകൻ ചിന്തിക്കുന്നത്. ഭഗവാൻ ഇന്ദ്രിയ സുഖങ്ങളെ ഒരു മരത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്.
അത് ഒരുപാട് ദുഃഖത്തിനും പ്രയാസത്തിനും ഭയത്തിനും കാരണമാണ്. അതിൽ ഒരുപാട് അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ അവർ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇതിനെ ഗ്രഹിച്ചുകൊണ്ട് നാനാത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപേക്ഷയെ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ലോകത്തിലെ ഉപാദാനങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നു. ഇപ്രകാരം ഗ്രഹപതി ആ ആര്യശ്രാവകൻ ഈ തരത്തിലുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപേക്ഷ സതി പാരിശുദ്ധം, ഉപേക്ഷയും ശതിയും ചേർത്ത് പരിശുദ്ധമായിട്ടുള്ള ആ മനസ്സുകൊണ്ട് തൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കുന്നു. പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങൾ, അതായത് 1, 2, 100, 1000, ലക്ഷം, ഗാലക്സികളുടെ വികസനം, ഗാലക്സികളുടെ സങ്കോചനം, അതെല്ലാം ഏത് കുലത്തിൽ ജനിച്ചു, പേരെന്തായിരുന്നു, അവിടെ എന്തായിരുന്നു ഭക്ഷണം, തരത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിച്ചു, അതിനുശേഷം എങ്ങനെ മരിച്ചു, വീണ്ടും എവിടെ പോയിട്ട് ജനിച്ചു, ഏത് കുലത്തിലാണ് ജനിച്ചത്, അതിൽ പേരെന്തായിരുന്നു, അതിൽ വേഷം എന്തായിരുന്നു, ഭക്ഷണം എന്തായിരുന്നു, എപ്രകാരത്തിലാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, വീണ്ടും അവിടെ നിന്ന് മരിച്ചതിന് ശേഷം വീണ്ടും ജനിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ആ വ്യക്തി ഓർത്തെടുക്കുന്നു. വീണ്ടും ഗ്രഹപതി ആ ആര്യശ്രാവകൻ ഇത്തരത്തിലുള്ള അനുത്തരമായിട്ടുള്ള ഉപേക്ഷ സതി, പരിശുദ്ധമായിട്ടുള്ള ആ സതി കൊണ്ട്, ദിവ്യമായിട്ടുള്ള ചക്ഷു കൊണ്ട്, മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യ ദൃഷ്ടി കൊണ്ട് ഇങ്ങനെ അവർ കാണുന്നു. ജീവികളുടെ ജനന മരണങ്ങൾ അവർ കാണുന്നു. ഉയർന്ന കുലത്തിൽ, താഴ്ന്ന കുലത്തിൽ, സുന്ദരന്മാരായിട്ട് അസുന്ദരന്മാരായിട്ട്, നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ജീവി അതിൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ഈ ഉത്തമമായിട്ടുള്ള സതി കൊണ്ട്, പരിശുദ്ധമായിട്ടുള്ള ആ സതി കൊണ്ട് ആ ആര്യശ്രാവകൻ തൻ്റെ ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് ചേതോ വിമുക്തിയും പഞ്ഞാവിമുക്തിയും നേടിക്കൊണ്ട് സ്വയം അതിനെ തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് വിഹരിക്കുന്നു, അതായത് മുക്തനാകുന്നു എന്ന് പറയുന്നു. ഇപ്രകാരമാണ് ആര്യന്മാരുടെ വിനയത്തിൽ എല്ലാ തരത്തിലുമുള്ള വ്യവഹാരങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി എന്ന് പറയുന്നത്. ഗ്രഹപതി, താങ്കൾ എന്താണ് കരുതുന്നത്? ആര്യ വിനയത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ താങ്കൾ ഓരോ വ്യവഹാരത്തെയും പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയിരിക്കുന്നത്? ഭഗവാനെ, ആര്യന്മാരുടെ ധർമ്മവിനയത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ തരത്തിലും എല്ലാ പ്രകാരത്തിലും ഞാൻ വ്യവഹാരങ്ങളെ ഇല്ലാതാക്കിയിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇതിൽ നിന്നെല്ലാം വളരെ അകലെയാണ്. ഭഗവാനെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, മറ്റുള്ള ധർമ്മങ്ങളിലെ പരിവ്രാജകന്മാർ എല്ലാം അറിയുന്നവരാണ്. അതിനാൽ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തത്, അവരോട് പെരുമാറിയത്. എന്നാൽ അവർ എല്ലാ തരത്തിലും ശരിയായിട്ടുള്ള അറിവുള്ളവരല്ല. ബന്ദേ, ഞാൻ ശ്രമണന്മാർ എല്ലാ തരത്തിലും ഉള്ള അറിവുള്ളവരാണ് എന്ന് കരുതിയിട്ടില്ല. അതിനാൽ അപ്രകാരമാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തതും അവരോട് പെരുമാറിയിട്ടുള്ളതും. എന്നാൽ അവർ എല്ലാ തരത്തിലുമുള്ള അറിവുള്ളവരാണ്. എന്നാൽ ഇനി മുതൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം, മറ്റുള്ള സമ്പ്രദായത്തിലെ പരിവ്രാജകന്മാർ അവർ എല്ലാ കാര്യത്തിലും അറിവുള്ളവരല്ല. അതുകൊണ്ട് അത്തരത്തിലായിരിക്കും ഞാൻ അവരോട് പെരുമാറുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ബന്ദേ, ഞാൻ ഈ കാര്യം മനസ്സിലാക്കാം, ശ്രമണന്മാർ നല്ലപോലെ അറിവുള്ളവരാണ്. അതിനാൽ ഞാൻ അവർക്ക് ആ രീതിയിൽ ഭക്ഷണം കൊടുക്കും, ആ രീതിയിൽ അവരോട് പെരുമാറും. ബന്ദേ, ഭഗവാൻ എന്നോട് ശ്രമണന്മാരോട് സ്നേഹമുണ്ടാകാനും അവരിൽ വിശ്വാസമുണ്ടാകാനും അവരോട് ബഹുമാനമുണ്ടാക്കാനും പ്രേരിപ്പിച്ചു. വളരെ നല്ലത് ബന്ദേ, വളരെ നല്ലത്. കിടത്തി വച്ചിരിക്കുന്നതിനെ നിവർത്തി വെച്ചതുപോലെ, ഒളിഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, ഇരുട്ടിൽ ദീപം തെളിയിച്ചിരിക്കുന്നത് പോലെ, അതുമൂലം കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാം. അതുപോലെ ഭഗവാൻ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ട് ധർമ്മത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതിനാൽ ബന്ദേ, ഞാൻ ഭഗവാനിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം നേടുന്നു. അതിനാൽ ഇന്നു മുതൽ ഭഗവാൻ എന്നെ ഉപാസകനായിട്ട് കണക്കാക്കണം. പ്രാണം എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നവരെ ഞാൻ അങ്ങയുടെ ഉപാസകനായിട്ട് തുടരും. പൊത്തലീയ സ്വത്തം നിഷ്ഠിതം. ഏതെങ്കിലും വ്യക്തി ജോലികളെല്ലാം നിർത്തി, ബിസിനസ്സെല്ലാം നിർത്തി, അതിനുശേഷം തൻ്റെ സ്വത്തുക്കളെല്ലാം കുട്ടികൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം
താൻ സന്യാസിയായി എന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റാണ്. ശരിയായിട്ടുള്ള രീതിയിലുള്ള സന്യാസം ഇപ്രകാരത്തിലല്ല. അതിനാൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ സൂത്രം ഷെയർ ചെയ്യുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.